The section differentiability, linearization and differentials. First ഒരു തിയറമാണ് ഇൻക്രിമെൻ്റ് തിയറം ഫോർ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഫങ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിൾസ് നമ്മൾ കണ്ടിരുന്നു. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് ദെൻ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം. അതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് സം എപ്സിലോൺ വേർ എപ്സിലോൺ ടെൻസ് ടു 0 ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതായിരുന്നു. അതിന് നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എപ്സിലോൺ ഇൻറ്റു ഡെൽറ്റ എക്സ് വേർ എപ്സിലോൺ ടെൻസ് ടു 0 ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഇങ്ങനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ. ഇത് തന്നെയാണ് നമ്മുടെ തിയറത്തിൽ പറയുന്നത്. ഇൻക്രിമെൻ്റ് തിയറം ഫോർ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് പറയുന്നത് ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. Suppose that the first order partial derivatives of f of xy are defined throughout an open region R containing a point x0, y0 and that fx, fy are continuous at x0, y0. Then the change delta z equal to f of x0 plus delta x, y0 plus delta y minus f of x0, y0 in the value of f that results from moving from x0, y0 to another point x0 plus delta x, y0 plus delta y in R satisfies an equation of the form delta z equal to fx of x0, y0 into delta x plus fy of x0, y0 into delta y plus epsilon 1 delta x plus epsilon 2 delta y, in which epsilon 1, epsilon 2 tends to 0 as delta x tends to 0 and delta y tends to 0. ഇതാണ് തിയറം പറയുന്നത്. അതായത് x0, y0 എന്ന പോയിൻറ്റിൻ്റെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ റീജിയനിൽ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന ഫങ്ഷൻ വിത്ത് ടു വേരിയബിൾസിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റും ആണ്. അതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആണെങ്കിൽ നമുക്ക് ഫങ്ഷൻ ചേഞ്ച് ഡെൽറ്റ ഇസഡ് എന്ന ഫങ്ഷൻ ചേഞ്ചിനെ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ടിൻ്റെ ടേംസിൽ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് തിയറം പറയുന്നത്. ഇത് നമ്മൾ ഇൻക്രിമെൻറ്റ് തിയറം ഫോർ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഡിഫറൻഷ്യബിൾ എന്ന ടേമിൻ്റെ ഡെഫിനിഷൻ പറയാം. ഫങ്ഷൻ വിത്ത് ടു വേരിയബിൾസിന് എപ്പോഴാണ് ഡിഫറൻഷ്യബിൾ എന്ന് പറയുന്നതെന്ന് നമുക്ക് ഇത് വെച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഫങ്ഷൻ വിത്ത് ടു വേരിയബിൾസിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ കണ്ടിരുന്നു. അതുപോലെ പക്ഷേ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് ഫങ്ഷൻ കണ്ടിന്യൂസ് ആണെന്നില്ലെന്ന് നമ്മൾ എക്സാമ്പിൾ കണ്ടിരുന്നു. ഇത് പറയുന്നത് ഇനി നമ്മൾ കാണുന്നത് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്നാണ്. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമ്മളിനി അടുത്ത ലെമ്മയിൽ അല്ലെ തിയറത്തിൽ പറയുന്നുണ്ട്. ഡെഫിനിഷൻ നോക്കാം. A function f of xy is differentiable at x0, y0 if fx at x0, y0 and fy at x0, y0 exist and equation 1 holds for f at x0, y0. We call f is differentiable if it is differentiable at every point in its domain. അതായത് നമ്മൾ ഒരു ഫംഗ്ഷൻ വിത്ത് ടു വേരിയബിൾസ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണമെങ്കിൽ അറ്റ് പോയിൻറ്റ് x0, y0 ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണമെങ്കിൽ ആ പോയിൻറ്റിൽ ആ ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഇൻക്രിമെൻ്റ് തിയറത്തിൽ കണ്ട കണ്ടീഷൻ, അതായത് ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് എഫ് ഐ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡെൽറ്റ വൈ പ്ലസ് എപ്സിലൺ 1 ഡെൽറ്റ എക്സ് പ്ലസ് എപ്സിലൺ 2 ഡെൽറ്റ വൈ എന്ന കണ്ടീഷൻ വേർ ഡെൽറ്റ ഇസഡ് ഈസ് ദ ഫംഗ്ഷൻ വാല്യൂസിൻ്റെ ചേഞ്ചാണ്. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന ഫംഗ്ഷൻ വാല്യൂസിൻ്റെ ചേഞ്ചാണ് ഡെൽറ്റ ഇസഡ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് പറയും? ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയും. അത് അറ്റ് ദ പോയിൻറ്റ് എക്സ് നോട്ട് വൈ നോട്ട്, ഡിഫറൻഷ്യബിൾ അറ്റ് ദ പോയിൻറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഇനി ഒരു ഡൊമൈൻ്റെ എല്ലാ പോയിൻറ്റ്സിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയും. അടുത്ത കൊറോളറി പറയുന്നത് if the partial derivatives fx and fy of a function f of xy are continuous throughout an open region R, then f is differentiable at every point in R. നമ്മൾ മുമ്പത്തെ തിയറത്തിൽ കണ്ടിരുന്നു ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് അറ്റ് എ പോയിൻറ്റ് ആൻഡ്
exists in an open region and are continuous at a point x0 y0 ആണെങ്കിൽ ആ കണ്ടീഷൻ ഫോർ ദ ഡിഫറൻഷ്യബിലിറ്റി അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. സോ ആ കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാം, ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. സോ ചുരുക്കി പറഞ്ഞാൽ തിയറത്തിൽ പറയുന്നത് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകാനുള്ള കണ്ടീഷൻ ആണ് പറയുന്നത്. അപ്പം നമുക്കത് തന്നെ ഒരു റീജിയനിൽ ഫുള്ള് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ റീജിയനിൽ ഫുള്ള് ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. അടുത്ത തിയറം പറയുന്നത് ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും വെച്ച് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോന്നില്ലെന്ന് കണ്ടിരുന്നു, എക്സാമ്പിൾ കണ്ടിരുന്നു. അത് ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആയിരിക്കും. പ്രൂഫ് നോക്കാം. ഇഫ് ഗിവൺ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് then by definition we have fx at x0 y0 and fy at x0 y0 exists and satisfies the condition. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റിയുടെ ഡെഫിനിഷനാണ്. ഡിഫറൻഷ്യബിലിറ്റി ഡെഫിനിഷൻ വെച്ച് എ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആണെങ്കിൽ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ആൻഡ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ where in which epsilon 1 epsilon 2 tends to 0 as delta x delta y tends to 0. നമ്മളിവിടെ ഡെൽറ്റ ഇസഡിന് ഇതെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ടാണ്. റീപ്ലേസ് ഡെൽറ്റ ഇസഡ് ബൈ എഫ് ഓഫ് എക്സ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ഇൻ വൺ വി ഗെറ്റ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഈക്വൽ ടു fx into delta x plus fy into delta y plus epsilon 1 into delta x plus epsilon 2 into delta y in which epsilon 1 epsilon 2 tends to 0 as delta x delta y tends to 0. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിന് പകരം എക്സ് എന്നും വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈക്ക് പകരം വൈ എന്നും കൊടുത്തു. അങ്ങനെ നമ്മൾ ഡെൽറ്റ എക്സിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് അതിനകത്തുനിന്ന് ആ എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന കണ്ടീഷനിൽ നിന്ന് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് സംതിങ് അങ്ങനെ നമ്മൾ മാറ്റി എഴുതി. ഇനി നോക്കുക, നമുക്ക് എഫ് കണ്ടിന്യൂസ് സെറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് കിട്ടണമെങ്കിൽ എന്താണ് വേണ്ടത്, ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. സോ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈക്ക് പകരം നമ്മൾ മുകളിലത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡിഫറൻഷ്യബിൾ എന്ന കണ്ടീഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യമാണ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എഫ് വൈ ഇൻറ്റു ഡെൽറ്റ വൈ പ്ലസ് എപ്സിലൺ 1 ഡെൽറ്റ എക്സ് പ്ലസ് എപ്സിലൺ 2 ഡെൽറ്റ വൈ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ ആസ് എക്സ് നോട്ട് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് നമുക്ക് എന്തറിയാം, എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആണ്. അതുപോലെ വൈ ടെൻസ് ടു വൈ നോട്ട് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ആണ്. സോ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മിച്ചമായിട്ട് എന്തേ ഉള്ളൂ, എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് മാത്രമേ മിച്ചമുള്ളൂ. ബാക്കി എല്ലാ ടേംസിനും ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഉണ്ട്, അതൊക്കെ ടെൻസ് ടു 0 ആണ് ആസ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട്. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി, ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്, എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് കിട്ടി. So a function f is differentiable at a point x0 y0 then it is continuous at that point. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഹൗ ടു ലീനിയറൈസ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ആണ്. അതായത് നമുക്ക് 2 വേരിയബിൾസ് ഉള്ള ഫംഗ്ഷൻസ് സം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നു. ഈ സിറ്റുവേഷനിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്കതിനെ ഒരു ലീനിയർ ഫംഗ്ഷനായിട്ട് ട്രാൻസ്ഫോം ചെയ്തെഴുതാം. അറ്റ്മോസ്റ്റ് സെയിം വാല്യൂസ് ആയിരിക്കും കിട്ടുക. എഫ് ഓഫ് എക്സ് വൈ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും. സോ അങ്ങനെ നമുക്കൊരു ലീനിയർ ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്. സപ്പോസ് functions of 2 variables can be complicated and we sometimes need to replace them with simpler ones. Suppose the function we wish to replace is z equal to f of xy and that we want the replacement to be effective near a point x0 y0
at which we know the values of f, fx, f and fy and at which f is differentiable. അതായത് നമുക്ക് എഫ് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു പോയിൻറ്റിൻ്റെ നെയ്ബറിൽ, അതായത് അതിൻ്റെ ഒരു നെയ്ബർഹുഡിൽ ഫംഗ്ഷനെ നമുക്കൊരു ലീനിയർ ഫംഗ്ഷനാക്കി മാറ്റാം. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയി അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന കണ്ടീഷനിൽ നിന്ന് നമുക്ക് എന്താ എഴുതാം? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് ഈക്വൽ ടു എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എഫ് ഐ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ഡെൽറ്റ വൈ പ്ലസ് എപ്സിലൺ 1 ഡെൽറ്റ എക്സ് പ്ലസ് എപ്സിലൺ 2 ഡെൽറ്റ വൈ where epsilon 1 epsilon 2 tends to 0 as xy delta x delta y tends to 0. സോ ഈ കണ്ടീഷനിൽ നിന്ന് നമുക്ക് മുമ്പ് ചെയ്തതുപോലെ തന്നെ as x naught y naught, as we move from x naught y naught to the point xy by a increment delta x equal to x minus x naught and y delta y equal to y minus y naught, we have the new function value f of xy is equal to f of x naught y naught plus fx at x naught y naught into x minus x naught. Delta x എന്ന് പറഞ്ഞാൽ x minus x naught ആണ്. And plus fy of x naught y naught into y minus y naught plus epsilon 1 delta x plus epsilon 2 delta y, where delta x equal to x minus x naught and delta y equal to y minus y naught, and epsilon 1 epsilon 2 tends to 0 as delta x delta y tends to 0. ഇത്രയും കാര്യം നമ്മൾ ഡിഫറൻഷ്യബിൾ ആയിട്ട് എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്നും നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഇതൊക്കെ എന്താണ്? നെഗ്ലിജിബിൾ വാല്യൂസ് ആണ്. ആസ് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും തന്നെ ടെൻസ് ടു 0 ആസ് എക്സ് വൈ ടെൻസ് ടു 0 ആകുമ്പോൾ എപ്സിലൺ 1 എപ്സിലൺ 2 ടെൻസ് ടു 0 ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് എപ്സിലൺ 1 ഇൻറ്റു ഡെൽറ്റ എക്സ് ആൻഡ് എപ്സിലൺ 2 ഇൻറ്റു ഡെൽറ്റ വൈ എന്ന് പറയുന്നത് വളരെ ചെറിയ ക്വാണ്ടിറ്റീസാണ്. എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്നും എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്ന് എക്സ് വൈയിലേക്കുള്ള ഡിസ്റ്റൻസാണ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഒക്കെ പറയുന്നത്. സോ ആ വാല്യൂസൊക്കെ ചെറുതാകുന്നതനുസരിച്ച് നമുക്കത് നെഗ്ലിജിബിളായിട്ട് അതിനെ മാറ്റാം. സോ നമുക്ക് ആ ടേംസിനെ അവോയ്ഡ് ചെയ്ത് ബാക്കിയുള്ള ടേംസ് എന്ന് പറയുന്നത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഫംഗ്ഷൻ വാല്യൂ ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സ് വൈ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് x naught y naught plus fx at x naught y naught into x minus x naught plus fy at x naught y naught into y minus y naught plus epsilon 1 delta x epsilon 2 delta y നമ്മൾ നെഗ്ലിജിബിൾ ആണ്, അത് നമ്മൾ മാറ്റിക്കളഞ്ഞു. അപ്പം നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് വൈയുടെ ഈക്വൽ അല്ല, പക്ഷേ ഒരു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ കിട്ടിയ വാല്യൂവിനെയാണ് നമ്മൾ എൽ ഓഫ് എക്സ് വൈ എന്ന് വിളിക്കുന്നത്. അതൊരു ലീനിയർ ഫംഗ്ഷനാണ്. എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നപ്പോൾ എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഐ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്. അതിനാണ് എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ലീനിയറൈസേഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത്. അടുത്ത ലീനിയറൈസേഷൻ ഓഫ് ഫംഗ്ഷൻ നമുക്ക് ഡെഫിനിഷനായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ലീനിയറൈസേഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഉണ്ട്, അത് ഡിഫറൻഷ്യബിൾ അറ്റ് പോയിൻറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു നെയ്ബർഹുഡിൽ ആ ഫംഗ്ഷനെ ഒരു ലീനിയർ ഫംഗ്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ആ ഫംഗ്ഷനോടെ അപ്രോക്സിമേറ്റ് വാല്യൂ ഉള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. അത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കിട്ടുന്ന കണ്ടീഷനിൽ നിന്നാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ദ ലീനിയറൈസേഷൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ അറ്റ് എ പോയിൻറ്റ് എക്സ് നോട്ട് വൈ നോട്ട് വെയർ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഈസ് ദ ഫംഗ്ഷൻ എൽ ഓഫ് എക്സ് വൈ ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് plus fy at x naught y naught into y minus y naught. The approximation f of xy approximately equal to L of xy is the standard linear approximation of f at x naught y naught. അടുത്ത ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. Find the linearization of f of xy equal to x square minus xy plus half y square plus 3 at the point 3, 2. The function we have given the function f of xy is equal to x square minus xy plus y square by 2 plus 3, and the point x naught y naught is given by 3, 2. Then fx equal to 2x minus y and fy equal to minus x plus y. fx at x naught y naught equal to 4 നീട്ടി, fy at x naught y naught y minus 1 and f of x naught y naught equal to 8 എന്ന് നമുക്ക് കിട്ടി.
So linearization of the function f is given by L of xy equal to f of x naught y naught plus fx at x naught y naught into x minus x naught plus fy at x naught y naught into y minus y naught. Substituting the values, we get L of xy equal to 4x minus y minus 2. That is the linearization of the function f of xy.